കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ മക്കളെ? സോ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? നമ്മളിപ്പോൾ ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് ആയിരുന്നു, റെസ്റ്റിലുള്ള ഫ്ലൂയിഡ്സിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സിലെ, അതായത് നമ്മൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് നമ്മൾ എന്ത് ചെയ്തു, പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി നമ്മൾ മൂന്നായിട്ടൊക്കെ സ്പ്ലിറ്റ് ചെയ്തിരുന്നു അല്ലേ? അതിൽ ഒന്നാമത്തെ പാർട്ടായിരുന്നു ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. റെസ്റ്റിലുള്ള ഫ്ലൂയിഡ്സിനെ കുറിച്ചാണ് നമ്മൾ ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സിൽ പഠിക്കുന്നത് അല്ലേ? ആ ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സിലെ ലാസ്റ്റ് പോർഷൻ ആണ്, ലാസ്റ്റ് പാർട്ടാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഓക്കെ മക്കളെ, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. എന്താ മക്കളെ? ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. സോ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. ആർക്കിമിഡീസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് പറഞ്ഞ ഒരു നിയമമാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ മക്കളെ, സോ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളത് അറിയണമെങ്കിൽ നമുക്ക് ആദ്യമേ ഒരു ഫോഴ്സിനെ ഒന്ന് പരിചയപ്പെടുത്തണം നിങ്ങൾക്ക്. അല്ല, നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച ഒരു ഫോഴ്സ് നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരേണ്ട ഒരു കാര്യമുണ്ട്. ഓക്കെ മക്കളെ, ആ ഫോഴ്സിന്റെ പേരാണ് ബോയന്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓർമ്മയുണ്ടോ? ബോയന്റ് ഫോഴ്സ്. ബോയന്റ് ഫോഴ്സ് ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കുന്നതാണ്. എന്താണ് ബോയന്റ് ഫോഴ്സ് എന്നുള്ളത്? ഓക്കെ മക്കളെ, സോ എന്തായിരുന്നു ബോയന്റ് ഫോഴ്സ് എന്ന് പറയുന്നത്? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ 9th-ലോ 8th-ലോ എന്തോ പഠിക്കുന്ന സംഭവമാണ്. ആർക്കിമിഡീസ് പ്രിൻസിപ്പിളുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്ന ഒരു ഫോഴ്സ് ആയിരുന്നു ബോയന്റ് ഫോഴ്സ്, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്ന ഒരു ഫിനോമിനൻ ആയിരുന്നു ബോയൻസി എന്ന് പറയുന്നത്. ഓക്കെ മക്കളെ, അപ്പൊ എന്താണ് ബോയന്റ് ഫോഴ്സ് എന്ന് പറയുന്നത്? നമുക്ക് നോക്കാം മക്കളെ. എപ്പോഴും നിങ്ങൾ ആലോചിക്കുക, നമ്മളിവിടെ ഫ്ലൂയിഡ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ എപ്പോഴാണെങ്കിലും നമ്മളൊരു ബോഡിയെ ഒരു ഫ്ലൂയിഡിനകത്തേക്ക് നമ്മൾ പ്ലേസ് ചെയ്യുന്ന സമയത്ത്, ഇപ്പോ ഞാനൊരു ഫ്ലൂയിഡിനകത്താണ് നിൽക്കുന്നത്, ശരിയാണോ? എന്താണ്, ഞാനിപ്പോ എയർ, എന്നെ സറൗണ്ട് ചെയ്ത് എയർ ഉണ്ട്. അപ്പൊ ഞാൻ എയർ എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡിനകത്താണ് നിൽക്കുന്നത്. അപ്പൊ ഞാനൊരു ഒബ്ജക്റ്റ് ആണെങ്കിൽ ഞാനൊരു ഫ്ലൂയിഡിനകത്താണ് നിൽക്കുന്നത് അല്ലേ? അപ്പോ അതേപോലെ എപ്പോഴാണോ ഒരു ഒബ്ജക്റ്റിനെ ഒരു ഫ്ലൂയിഡിനകത്ത് പ്ലേസ് ചെയ്യുന്നത്, ആ ഫ്ലൂയിഡ് ആ ഒബ്ജക്റ്റിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കും ഇൻ ദ അപ്വേർഡ് ഡയറക്ഷൻ. ആ ഫോഴ്സിന് നമ്മൾ പറയുന്ന പേരാണ് ബോയന്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ മക്കളെ, അപ്പൊ എന്താ ബോയന്റ് ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ഫ്ലൂയിഡിലേക്ക് ഒരു ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യുന്ന സമയത്ത് ആ ഒബ്ജക്റ്റിലേക്ക് ആ ഒരു ഫ്ലൂയിഡ് മുകളിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്, അപ്വേർഡ് ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ആ ഫോഴ്സിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ബോയന്റ് ഫോഴ്സ് എന്ന്. ആ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു ഫിനോമിനൻ ആണ് പറയുന്ന പേരാണ് എന്ന് പറയുന്നത് ബോയൻസി എന്ന് പറയുന്നത്. ഓക്കെ മക്കളെ, അപ്പോൾ ബോയന്റ് ഫോഴ്സ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. When an object is placed in a fluid, the fluid exerts a force in the object in the upward direction. That force is what we call buoyant force, and this phenomenon is called buoyancy, or this property is called buoyancy. അപ്പോൾ നമുക്ക് ഈ ബോയന്റ് ഫോഴ്സ് എങ്ങനെ ഉണ്ടാവുന്നു? അപ്വേർഡ് ഡയറക്ഷനിൽ ഫോഴ്സ് ഉണ്ടാവുന്നു നിങ്ങൾക്ക് മനസ്സിലായി. ആ അപ്വേർഡ് ഡയറക്ഷനിൽ ഫോഴ്സ് എങ്ങനെ ഉണ്ടാവുന്നു നമുക്ക് നോക്കാം. ഫോഴ്സ് ഉണ്ടാവുന്നുവെങ്കിൽ അതിന് കാരണം വേണ്ടടാ. അപ്പൊ നമുക്ക് ആദ്യമേ ബോയന്റ് ഫോഴ്സിന്റെ കാര്യങ്ങൾ പറയാം. ആ ബോയന്റ് ഫോഴ്സ് വന്ന റീസൺ മനസ്സിലാക്കിയത് നമുക്ക് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളത് നോക്കാം. ബോയന്റ് ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ലോ ആയതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ ബോയന്റ് ഫോഴ്സ് പറയുന്നത്. ഓക്കേടാ, അപ്പൊ നമുക്ക് ബോയന്റ് ഫോഴ്സ് എന്താണെന്ന് നോക്കാം. നോക്കാമല്ലോ അല്ലേ? ഓക്കെ, അപ്പോ എടാ നമ്മൾ എന്നും കൺസിഡർ ചെയ്യുന്ന പോലെ ഞാൻ ഒരു പാത്രം എടുക്കുകയാണ്, ഒരു വെസൽ എടുക്കുകയാണ്. ഒരു വെസൽ, ഒരു ഗ്ലാസ് വെസൽ ആയിക്കോട്ടെ, ഒരു വെസൽ എടുക്കുകയാണ്. ഈ വെസലിനകത്തേക്ക് ഞാൻ ലിക്വിഡ് ഫിൽ ചെയ്യുകയാണ്. ലിക്വിഡ് ഫിൽ ചെയ്യുകയാണ്. ലിക്വിഡ് ഫിൽ ചെയ്തു. എന്ത് ലിക്വിഡും ആവാം, വെള്ളമെങ്കിൽ വെള്ളം. സോ ഞാൻ ഈ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തു, പ്രശ്നമൊന്നുമില്ലല്ലോ. ഇനി ഞാൻ ഈ വെസലിനകത്തേക്ക് ഞാനൊരു ബോഡി കൺസിഡർ ചെയ്യാണ്. ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ബോഡി ആയിക്കോട്ടെ. സോ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ബോഡി ഞാൻ ഇതിനകത്ത് കൺസിഡർ ചെയ്യാണ്. ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ബോഡി, പ്രശ്നമുണ്ടോ? സോ ഇയാൾ ഇതിന്റെ ഏരിയ എന്താണെന്ന് പറയുന്നത് എ ആണ് ഇരിക്കട്ടെ, ഇയാളുടെ ഹൈറ്റ് എന്താണെന്ന് ഇരിക്കട്ടെ എച്ച് ആണ് ഇരിക്കട്ടെ. നമ്മുടെ സിലിണ്ടറിന്റെ ഏരിയ ആണ്, ഹൈറ്റ് എച്ച് ആണ്. അപ്പോൾ ഒരു സിലിണ്ടറിക്കൽ പ്ലേസിലുള്ള ബോഡി അവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ നോർമൽ സിറ്റുവേഷൻ അങ്ങനെ വെച്ചോട്ട് പോകാൻ പറ്റില്ല. ബോഡി താഴേക്ക് വരും അല്ലെങ്കിൽ മുകളിലേക്ക് പോകാം, ആ സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും. ഇപ്പൊ ഒരു ബോഡി അവിടെ ഇരിക്കുകയാണ്. എടാ മക്കളെ, ഇവിടെ സംഭവിക്കുന്ന കാര്യം നമുക്കറിയാം. ഞാൻ പറയാണ്, നമ്മുടെ ഈ സിലിണ്ടറിക്കൽ ഈ ഷേപ്പിലുള്ള ബോഡിയില്ലേ, ഈ ബോഡിയുടെ ഈ അപ്പർ ഫേസ് എന്ന് പറയുന്നത് നമ്മുടെ ലിക്വിഡ് സർഫസിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് താഴെ കിടക്കുകയാണെന്നിരിക്കട്ടെ, h1 ഡിസ്റ്റൻസ് താഴെ കിടക്കുകയാണെന്നിരിക്കട്ടെ. നമ്മുടെ സിലിണ്ടറിന്റെ ലോവർ ഫേസിലെ ആ ലോവർ ഫേസ് എന്ന് പറയുന്നത് നമ്മുടെ ലിക്വിഡ് സർഫസിൽ നിന്നും എത്ര ഡിസ്റ്റൻസ് താഴെ കിടക്കുകയാണെന്നിരിക്കട്ടെ, h2 ഡിസ്റ്റൻസ് താഴെ കിടക്കുകയാണെന്നിരിക്കട്ടെ. പ്രശ്നമുണ്ടോ മക്കളെ? അങ്ങനെയാണെങ്കിൽ നോക്കിയാൽ മക്കളെ, ഞാൻ നമ്മൾ ഈ സിലിണ്ടറിന്റെ മുകളിലായിട്ട് ഞാനൊരു പോയിന്റ് കൺസിഡർ ചെയ്യാണ്. നമ്മുടെ സിലിണ്ടറിന്റെ മുകളിലായിട്ട് ഞാനൊരു പോയിന്റ് കൺസിഡർ ചെയ്തു. ഓക്കെ മക്കളെ, അങ്ങനെയാണെങ്കിൽ ആ സിലിണ്ടറിന്റെ മുകളിൽ ഞാനൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ആ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന പ്രഷറിന്റെ വാല്യൂ നിങ്ങളൊന്ന് പറഞ്ഞേ. P1, ആ മുകളിലത്തെ പ്രഷർ ഞാൻ P1 എന്ന് കൊടുത്തോട്ടെ. സോ P1 ഈസിക്കൽ നമുക്ക് എന്ത് പറയാം? P1 ഈസിക്കൽ ടു ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ എച്ച് എത്ര ഹൈറ്റ് താഴെ കിടക്കുകയാണ്? h1 ഹൈറ്റ് താഴെ കിടക്കിയാലേ. അപ്പൊ h1 ഹൈറ്റ് താഴെ ലിക്വിഡ് എക്സൈറ്റ് ചെയ്യുന്ന പ്രഷർ എന്തായിരിക്കും? പറഞ്ഞ h1 റോജി. ഇനി ഞാൻ ലോവർ സർഫസിലും ഇവിടെ നമ്മുടെ സിലിണ്ടർ ഉണ്ട്, ആ സിലിണ്ടറിന്റെ താഴെ ഒരു പോയിന്റ് എടുക്കുകയാണ്.
സിലിണ്ടർ ലോവർ സർഫസ്, ആ ലോവർ സർഫസ് ഞാൻ ഒരു പോയിന്റ് എടുക്കുകയാണ്. ആ പോയിന്റ് ലിക്വിഡ് എക്സൈറ്റ് ചെയ്യുന്ന പ്രഷർ എന്തായിരിക്കും നോക്കുക. ഈ പോയിന്റ് എന്ന് പറയുന്നത് എത്ര ഹൈറ്റ് താഴെ കിടക്കുകയാണ്? h2 ഹൈറ്റ് താഴെ കിടക്കുകയല്ലേടാ, അല്ലെ? അങ്ങനെയാണെങ്കിൽ ഈ താഴത്തെ പോയിന്റ് ആക്കുന്ന പ്രഷർ ഞാൻ P2 എന്നെടുത്തോടെ. സോ P2 നമുക്ക് എന്ത് പറയാം മക്കളെ? H2 rho g എന്ന് പറയാം. ക്ലിയർ? പ്രശ്നമില്ലല്ലോ. അപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ബോയൻ ഫോഴ്സ് എന്താണെന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പഠിച്ച സംഭവം കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്കറിയാം ലിക്വിഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ സിലിണ്ടറിലേക്ക് മുകളിലേക്ക് ഇൻ ദ അപ്വേർഡ് ഡയറക്ഷൻ ഒരു ഫോഴ്സ് ഈ ലിക്വിഡ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അപ്വേർഡ് ഡയറക്ഷനിൽ എങ്ങനെയാണ് ഫോഴ്സ് വന്നതെന്നാണ് നമ്മൾ പറയാൻ വരുന്നത്. ഓക്കേടാ. സോ അതിനുവേണ്ടി നമ്മൾ മുകളിലത്തെ പ്രഷർ കൺസിഡർ ചെയ്തു, താഴത്തെ പ്രഷർ കൺസിഡർ ചെയ്തു. പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ, ഇനി ഞാൻ പറയാണ്, എടാ മക്കളെ ഇവിടുത്തെ ഏരിയ എന്താണെന്നിരിക്കട്ടെ, എ ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണ് താഴത്തെ ഏരിയയും ഏതെന്നായിരിക്കുമല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ. നമുക്കറിയാവുന്ന ഇക്വേഷൻ ആണ്. പ്രഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഷർ ഈസിക്കൽ ടു ഫോഴ്സ് ബൈ ഏരിയ അല്ലേ, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് ഈസിക്കൽ ടു പ്രഷർ ഇൻറ്റു ഏരിയ അല്ലേ, ഫോഴ്സ് ഈസിക്കൽ ടു പ്രഷർ ഇൻറ്റു ഏരിയ അല്ലേ? അങ്ങനെയാണെങ്കിൽ മക്കളെ നിങ്ങൾ നോക്കിയേ, ഇവിടെ ഈ മുകളത്തെ സർഫസിൽ ഈ P1 പ്രഷർ കാരണം ഒരു ഫോഴ്സ് ഇല്ലേ, ഇല്ലേ? ആ ഫോഴ്സിന്റെ വാല്യൂ പറ. ഈ P1 പ്രഷർ കാരണം ഈ മുകളത്തെ സർഫസിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് അത് ഞാൻ F1 എന്ന് കൊടുത്തോട്ടെ കുഞ്ഞുങ്ങളെ, F1. സോ F1 ഈസിക്കൽ നമുക്ക് എന്ത് പറയാം? Pressure is equal to force by area. So force is equal to pressure into area. That's equal to P1 into A. Clear? So that's equal to H1 rho g into A. So F1 is equal to H1 rho g into A. Clear? ഇനി F2 ന്റെ വാല്യൂ നിങ്ങൾ പറഞ്ഞേ, താഴത്തെ ഈ P2 പ്രഷർ കാരണം താഴെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഉണ്ടല്ലോ, ആ ഫോഴ്സിന്റെ വാല്യൂ നിങ്ങൾ പറഞ്ഞേ F2. That's equal to പറഞ്ഞോടാ P2 into A. Clear? A രണ്ടിടത്തും സെയിം ആണ്. മുകളിലാണെങ്കിൽ താഴെ സെയിം, എ ആണ് സെയിം ആണ്. സിലിണ്ടറിന്റെ മുകളിലത്തെ താഴത്തെ ഫേസുകൾ അല്ലേ? അങ്ങനെയാണെങ്കിൽ മക്കളെ P2 ന്റെ വാല്യൂ എന്ന് പറഞ്ഞേ H2 rho g into A. ക്ലിയർ മക്കളെ? ഇനി നമുക്ക് ഈ P1 ന്റെയും P2 ന്റെയും ഡയറക്ഷൻ നമുക്കൊന്ന് വരച്ചു നോക്കാം. നമ്മൾ ഈ ചാപ്റ്റർ പഠിച്ചപ്പോൾ തന്നെ പറഞ്ഞതാണ്, എന്താണ് ഒരു ലിക്വിഡ് ഒരു സർഫസിലേക്ക് കൊടുക്കുന്ന ഫോഴ്സിന്റെ പ്രത്യേകത എന്തായിരുന്നു? നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ ത്രസ്റ്റ് എന്ന് പറഞ്ഞൊരു ടൈം പറഞ്ഞായിരുന്നു അല്ലേ? ഒരു ലിക്വിഡിനകത്തേക്ക് നമ്മളൊരു ബോഡി ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ആ ബോഡിയിലേക്ക് ലിക്വിഡ് ഒരു ഫോഴ്സ് കൊടുക്കും. ആ ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്തായിരിക്കും? ലിക്വിഡ് സർഫസിന് പെർപെൻഡിക്കുലർ ഡയറക്ഷൻ ആവുമെന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കാര്യമാണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ എടാ മക്കളെ നമുക്ക് ഈ ഫോഴ്സിന്റെ ഡയറക്ഷൻ നമുക്ക് നോക്കാം. ഇവിടെ F1 ഫോഴ്സ് ഉണ്ട്, F2 ഫോഴ്സ് ഉണ്ട്. മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് അല്ലേ F1 എന്ന് പറയുന്നത്. ആ F1 ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്തായിരിക്കും? ഈ മുകളിലത്തെ സർഫസിന് എന്ത് ഡയറക്ഷൻ ആയിരിക്കും? പെർപെൻഡിക്കുലർ ഡയറക്ഷൻ ആയിരിക്കും. അപ്പോൾ ഇവിടെ F1 ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ ഈ മുകളിലത്തെ സർഫസിന് പെർപെൻഡിക്കുലർ ഡയറക്ഷൻ ആയിരിക്കും എന്താ ആക്ട് ചെയ്യാം? F1 ഫോഴ്സ് ആക്ട് ചെയ്യാം. ക്ലിയർ? ഇനി F2 ഫോഴ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും മക്കളെ? നമ്മുടെ താഴത്തെ സർഫസിലെ ആ താഴത്തെ സർഫസിന് പെർപെൻഡിക്കുലർ ഡയറക്ഷൻ ആയിരിക്കും നമ്മുടെ എന്തെന്ന് പറയാം? F2 ഫോഴ്സ് എന്ന് പറയാം. അപ്പൊ നമ്മളൊരു സിലിണ്ടർ എടുത്തു, ആ സിലിണ്ടറിന്റെ മോൾ ഭാഗത്ത് F1 ഫോഴ്സ് താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്, F2 ഫോഴ്സ് എങ്ങോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്? മുകളിലേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ F1 ആണോ F2 ആണോ വലുത്? ഇവിടെ F1 ആണോ F2 ആണോ വലുത്? F2 അല്ലേ വലുത്. കാരണം എന്താ? F1 P1 into A ആണ്, F2 P2 into A ആണ്. നമുക്കറിയാം താഴേക്ക് പോകുന്നതനുസരിച്ച് പ്രഷറിന്റെ വാല്യൂ കൂടുതലല്ലേ, അല്ലേടാ? അങ്ങനെയാണെങ്കിൽ ഇവിടെ താഴേക്ക് പോകുന്നതനുസരിച്ച് പ്രഷറിന്റെ വാല്യൂ കൂടുതലാണ്. അപ്പൊ നമുക്ക് എന്താ പറയാം? P2 is greater than P1 അല്ലേ? P2 is greater than P1 അല്ലേ? അങ്ങനെ P2 is greater than P1 ആണ് എങ്കിൽ നമുക്ക് എന്ത് പറയാം? P2 ന്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് F2 ന്റെ വാല്യൂ ആയിരിക്കത്തില്ലേ? F1 is equal to P1 into A, F2 is equal to P2 into A. P2 വലുതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ F1 ആണോ F2 ആണോ വലുത്? F2 ആണോ വലുത്. അങ്ങനെയാണ് നമുക്ക് എന്ത് പറയാം? F2 is greater than നമുക്ക് എന്ത് പറയാം? F1 എന്ന് പറയാം. F2 is greater than F1 എന്ന് നമുക്ക് പറയാം. പ്രശ്നമുണ്ടോ മക്കളെ? അപ്പൊ നിങ്ങൾ നോക്കിയേ, നമ്മുടെ ഈ ബോഡിയിലേക്ക് താഴെ F1 ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, മുകളിലേക്ക് F2 ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താ സംഭവിക്കുക? ഒരു ബോഡിയിലേക്ക് നമ്മളിപ്പോ ഒരു 10 ന്യൂട്ടൺ ഫോഴ്സ് ഈ ഡയറക്ഷനിൽ കൊടുക്കുകയാണ്, 5 ന്യൂട്ടൺ ഫോഴ്സ് ഈ ഡയറക്ഷനിൽ കൊടുക്കുകയാണ്. എന്താ സംഭവിക്കുക? നമ്മുടെ ബോഡി എന്ത് ചെയ്യും? 5 ന്യൂട്ടൺ ഫോഴ്സിൽ ഈ ഡയറക്ഷൻ, വലിയ ഫോഴ്സിന്റെ ഡയറക്ഷൻ മൂവ് ചെയ്യും അല്ലെ? ഇപ്പൊ ഇവിടെ ഒരു ഒബ്ജക്ട് ഉണ്ടെന്നിരിക്കട്ടെ, ആ ഒരു ഒബ്ജക്റ്റിലേക്ക് ഞാൻ 10 ന്യൂട്ടൺ ഫോഴ്സ് ഇങ്ങോട്ട് കൊടുക്കുകയാണ്, ഒരു 4 ന്യൂട്ടൺ ഫോഴ്സ് ഇങ്ങോട്ട് കൊടുക്കുകയാണ്. എന്താ സംഭവിക്കുക? ഈ 10 ന്യൂട്ടൺ ഫോഴ്സും 4 ന്യൂട്ടൺ ഫോഴ്സും ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലേ? അപ്പൊ എന്താ സംഭവിക്കുക? ഈ രണ്ട് ഫോഴ്സുകളും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ സംഭവിക്കുക? ക്യാൻസൽ ആയിട്ട് ഒരു 6 ന്യൂട്ടൺ ഫോഴ്സ് നമ്മുടെ ബോഡി എന്ത് ചെയ്യും? മുമ്പോട്ട് ഷിഫ്റ്റ് ചെയ്യും അല്ലെ? അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് നമ്മളെ F1 ഫോഴ്സ് താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്, F2 ഫോഴ്സ് മുകളിലേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ രണ്ടിന്റെയും റിസൾട്ടന്റ് ഫോഴ്സ് എന്തായിരിക്കും? റിസൾട്ടന്റ് ഫോഴ്സ് F is equal to രണ്ട് ഫോഴ്സുകൾ, രണ്ട് വെക്ടറുകൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ പുതിയ വെക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ റിസൾട്ടന്റ് വെക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും? രണ്ട് വെക്ടേഴ്സിന്റെ മാഗ്നിറ്റ്യൂഡുകളുടെ ഡിഫറൻസ് ആയിരിക്കും അല്ലേ? രണ്ട് വെക്ടർ ഓപ്പോസിറ്റ് ഡയറക്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? വലിയ വെക്ടറിൽ നിന്നും ചെറിയ വെക്ടർ കുറയ്ക്കുക, റിസൾട്ടന്റ് വെക്ടർ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? വലുതിന്റെ ഡയറക്ഷൻ ആയിരിക്കും.
നമ്മൾ മോഷൻ പ്ലെയിൻ വെക്ടർ അഡീഷനിൽ പഠിക്കുന്നതാണ്. രണ്ട് വെക്ടേഴ്സുകൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? വലിയ മാഗ്നിറ്റ്യൂഡ്, വലിയ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡിൽ നിന്നും ചെറിയ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് കുറയ്ക്കുക. കിട്ടുന്നത് ഒരു പുതിയ വെക്ടർ ആയിരിക്കും. ആ വെക്ടറിന്റെ ഡയറക്ഷൻ എന്തായിരിക്കും? വലിയ വെക്ടറിന്റെ ഡയറക്ഷൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ F1 ഫോഴ്സ് താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്, F2 ഫോഴ്സ് മുകളിലേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ റിസൾട്ടന്റ് ഫോഴ്സ് എന്തായിരിക്കും? റിസൾട്ടന്റ് ഫോഴ്സ് F നമുക്ക് എന്ത് പറയാം? F2 മൈനസ് F1 എന്ന് പറയാം. F2 മൈനസ് F1. ഈ F2 മൈനസ് F1 എന്ന് പറയുന്ന റിസൾട്ടന്റ് ഫോഴ്സ് ഏത് ഡയറക്ഷനിലായിരിക്കും മക്കളെ? ഈ Fന്റെ ഡയറക്ഷൻ എന്തായിരിക്കും? വലിയ ആള് F2 അല്ലേ? അപ്പൊ F2ന്റെ ഡയറക്ഷനിലായിരിക്കും നമ്മുടെ റിസൾട്ടന്റ് ഫോഴ്സിന്റെ ഡയറക്ഷൻ. F2ന്റെ ഡയറക്ഷൻ മുകളിലേക്കല്ലേ? അപ്പോൾ നമ്മുടെ ഈ ബോഡിയിലേക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്? F1 ഫോഴ്സ് മുകളിലേക്ക്, F2 ഫോഴ്സ് മുകളിലേക്ക്, F1 ഫോഴ്സ് താഴേക്ക്. അപ്പൊ F2 F1 ക്യാൻസൽ ആക്കി ബാക്കിയുള്ള F എന്ത് ചെയ്യും? മുകളിലേക്കായിരിക്കും ആക്ട് ചെയ്യുക. ആ ഫോഴ്സ് ആണ് നമുക്ക് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? ബോയിന്റ് ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ക്ലിയർ? അപ്പൊ ബോയിന്റ് ഫോഴ്സിന്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? ബോയിന്റ് ഫോഴ്സ് ഉണ്ടാവാനുള്ള റീസൺ നിങ്ങൾക്ക് മനസ്സിലായോ? രണ്ട് ഫോഴ്സുകൾ ക്യാൻസൽ ആവുന്നു, there is a resultant force in the upward direction. ആ അപ്വേർഡ് ഡയറക്ഷനുള്ള ഫോഴ്സിനെയാണ് നമ്മൾ എന്ന് പറയാ? ബോയന്റ് ഫോഴ്സ് എന്ന് പറയാ. ആ ഒരു പ്രോപ്പർട്ടിക്ക് നമ്മൾ പറഞ്ഞ പേരാണെന്ത്? ബോയൻസി. ക്ലിയർ? അപ്പോ ഒരു ഫ്ലൂയിഡിനെ ഒരു ലിക്വിഡിനകത്ത് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ആ ഫ്ലൂയിഡ് ആ ലിക്വിഡിലേക്ക്, ആ ബോഡിയിലേക്ക്, ഒരു ഫ്ലൂയിഡിനെ അല്ലെങ്കിൽ ഒരു ബോഡിയെ ഒരു ഫ്ലൂയിഡിനകത്ത് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ആ ഫ്ലൂയിഡ് ആ ബോഡിയിലേക്ക്, ലിക്വിഡിലേക്കല്ല, ആ ബോഡിയിലേക്ക് എന്താ സംഭവിക്കുക? കൊടുക്കുക, ഒരു അപ്വേർഡ് ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ആ അപ്വേർഡ് ഫോഴ്സ് ആണ് ബോയന്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. ആ ബോയന്റ് ഫോഴ്സ് വന്ന കാരണം നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം. ക്ലിയർ ആണ്? പ്രശ്നമൊന്നുമില്ല അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ഐഡിയ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ആർക്കിമിഡീസ് പ്രിൻസിപ്പിളിലേക്ക് പറയാം. അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് പറയാം. അദ്ദേഹം പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോ പറഞ്ഞ കാര്യമില്ലേ? ഒരു ബോഡിയെ ഒരു ഫ്ലൂയിഡിനകത്ത് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ബോയന്റ് ഫോഴ്സ് ഉണ്ടാവുമെന്ന് പറഞ്ഞില്ലേ? ആ ബോയന്റ് ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് നമുക്കറിയാം ഡയറക്ഷൻ മുകളിലേക്കാണ്. അതിന്റെ വാല്യൂ എത്രയാണ്, മാഗ്നിറ്റ്യൂഡ് എത്രയാണ് എന്നുള്ളതാണ് ആര് പറഞ്ഞത്? ആർക്കിമിഡീസ് പറഞ്ഞത്. അപ്പൊ ആർക്കിമിഡീസ് പ്രിൻസിപ്പിളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കാര്യം എന്താണ്? ഒരു ഫ്ലൂയിഡിലേക്ക് ഒരു ബോഡി ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ആ ഫ്ലൂയിഡ് ആ ബോഡിയിലേക്ക് ഒരു അപ്വേർഡ് ഫോഴ്സ് കൊടുക്കുന്നുണ്ട്, ഒരു ബോയന്റ് ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ആ ബോയന്റ് ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നത്? ആർക്കിമിഡീസ് പ്രിൻസിപ്പിളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ആർക്കിമിഡീസ് പറഞ്ഞ കാര്യം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണെന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. പ്രശ്നമൊന്നുമില്ലാലോടാ? അപ്പോ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഡൗട്ടൊന്നുമില്ലാലോ? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് കുറിച്ച് വെച്ചേക്കുക. കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്, കൺസെപ്റ്റ് കിട്ടണ്ടേ, അതിനുവേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ആർക്കിമിഡീസ് പ്രിൻസിപ്പിളിലേക്ക് പോകാം. സോ നമുക്ക് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ നോക്കാം. അപ്പൊ ഞാൻ പറയാണ്, ഞാൻ വീണ്ടും ഒരു പാത്രം എടുക്കുകയാണ്. ഒരു പാത്രം എടുത്തു. ഈ പാത്രത്തിനകത്തേക്ക് ഞാൻ ലിക്വിഡ് ഫിൽ ചെയ്തു. ഓക്കെ അല്ലേ? സോ ഞാൻ ഇവിടെ ഒരു ബോഡി പ്ലേസ് ചെയ്യാണ്. ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ബോഡി ആയിക്കോട്ടെ, ഒരു ബോഡി പ്ലേസ് ചെയ്തു. നമുക്കറിയാവുന്ന കാര്യം എന്താണ്? നമ്മുടെ ഈ ബോഡിയിലേക്ക് എന്തുണ്ട്? ഒരു അപ്വേർഡ് ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും അല്ലെ? ബോയന്റ് ഫോഴ്സ് ആക്ട് ചെയ്യും അല്ലെ മക്കളെ? എപ്പോഴും നിങ്ങൾ അറിയാം ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പറഞ്ഞ എന്താണ്? ഈ മുകളിലേക്കുള്ള ഫോഴ്സിന്റെ വാല്യൂ ആണ് നമുക്ക് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പറഞ്ഞു തരുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഈ ബോഡിയെ ഈ ലിക്വിഡിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ലിക്വിഡ് ലെവലിൽ എന്തെങ്കിലും വ്യത്യാസം വരുമോ? ആലോചിച്ച് നോക്കി. എപ്പോഴാണ് നമ്മൾ ഈ ബോഡിയെ ഈ ലിക്വിഡിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്? നമ്മളുടെ ഈ ബോഡിയുടെ വോളിയത്തിന് ഇക്വലന്റ് ആയിട്ടുള്ള വോളിയം ലിക്വിഡ് എന്ത് ചെയ്യും? മുകളിലേക്ക് ഉയർന്നു വരും അല്ലേ? നമ്മൾ ഈ ലിക്വിഡിനകത്തേക്കല്ല നമ്മൾ ഈ ബോഡിയെ പ്ലേസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ ലിക്വിഡിനകത്തേക്ക് ഈ ബോഡിയെ പ്ലേസ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ വാട്ടർ ലെവൽ അല്ലെങ്കിൽ ലിക്വിഡ് ലെവൽ മുകളിലേക്ക് ഉയരും ആണോ മക്കളെ? അപ്പൊ ആ ലെവൽ നമുക്കൊന്ന് നോക്കാം. സോ നമ്മുടെ ലിക്വിഡ് ലെവൽ മുകളിലേക്ക് ഉയരുന്നുണ്ട്. സോ ഞാനിങ്ങനെ ഈ ഡാഷ് ലൈൻ ഇട്ടേക്കുന്നത് അപ്പോ നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയാണ്. കുറച്ച് കൂടുതൽ റീജിയൻ ഞാൻ ഇങ്ങനെ ഡാഷ് ലൈൻ ഇട്ട് കാണിച്ചിട്ടുണ്ട്. ഓക്കെ മക്കളെ? അപ്പോ ഇവിടെ നമ്മുടെ ലിക്വിഡ് ലെവൽ എന്ത് ചെയ്തു? മുകളിലേക്ക് ഉയർന്നു. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ? ഒരു ബോഡിയെ ഒരു ലിക്വിഡിനകത്തേക്ക് ഇടുന്ന സമയത്ത് അല്ലെ, ഇപ്പൊ നമ്മുടെ കൈ ഗ്ലാസ്സിൽ കുറച്ച് വെള്ളമുണ്ട്, ഒരു കല്ലെടുത്തിട്ടാണ് എന്താ സംഭവിക്കുക? ആ വെള്ളം മുകളിലേക്ക് വരും. അറിയാവുന്ന കാര്യമല്ലേ? ഇത്രയും കാര്യം പറഞ്ഞോളൂ. നമ്മളൊരു വെസൽ എടുത്തു, വെള്ളം എടുത്തു, ആ വെള്ളത്തിനകത്തേക്ക് ഒരു ബോഡി ഇൻസെർട്ട് ചെയ്തു. അപ്പൊ എന്താ സംഭവിക്കുക? ബോഡിയെ ഇൻസെർട്ട് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക? വെസലിലെ ലെവൽ, ലിക്വിഡ് ലെവൽ മുകളിലേക്ക് വരും. ഓക്കെ മക്കളെ? എപ്പോഴും നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ ഈ ബോഡിയുടെ വോളിയം എന്താണെന്നിരിക്കട്ടെ? V ആണെന്നിരിക്കട്ടെ. ഓക്കെ മക്കളെ? അങ്ങനെയാണ് എങ്കിൽ ഈ ബോഡി മുകളിലേക്ക് ഡിസ്പ്ലേസ് ചെയ്ത ഈ ലിക്വിഡിലെ, ഞാനിപ്പോ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന റീജിയൻ
എന്താണ്? നമ്മളുടെ ബോഡി മുകളിലേക്ക് ഡിസ്പ്ലേസ് ചെയ്ത ലിക്വിഡിന്റെ റീജിയൻ ആണ്. ഇത്രയും ഭാഗം നമ്മളുടെ ബോഡി എന്ത് ചെയ്തു? നമ്മുടെ ബോഡി ഇൻസേർട്ട് ചെയ്തപ്പോൾ നമ്മുടെ വെസലിൽ ഇത്രയും ലിക്വിഡ് മുകളിലേക്ക് ഡിസ്പ്ലേസ് ചെയ്തു. ആണോ? അങ്ങനെ നമ്മുടെ ബോഡിയുടെ വോളിയം എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങൾ ആലോചിക്കുക, ഈ ഡിസ്പ്ലേസ് ചെയ്ത ലിക്വിഡിന്റെ വോളിയത്തിന് ഈക്വലായിരിക്കും അല്ലെ? വോളിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോഡിക്ക് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലമല്ലേ അതിന്റെ വോളിയം എന്ന് പറയാ. അപ്പൊ നമ്മുടെ ബോഡി ഇത്രയും സ്ഥലം ഇവിടെ എടുക്കുന്നുണ്ട്. അപ്പൊ എന്താ സംഭവിക്കുക? അത്രയും വോളിയം ലിക്വിഡ് മുകളിലേക്ക് ഡിസ്പ്ലേസ് ആവും. അപ്പൊ നമ്മുടെ ഈ ബോഡിയുടെ വോളിയം എന്ന് പറയുന്നത് ഡിസ്പ്ലേസ് ചെയ്ത വെള്ളത്തിന്റെ വോളിയത്തിന് ഈക്വൽ ആയിരിക്കും. അതിനകത്ത് ഡൗട്ട് ഒന്നും ഇല്ലാലോ. അങ്ങനെയാണ് എങ്കിൽ ആർക്കിമിഡീസ് പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മുടെ ബോഡിയിലേക്ക് ഒരു അപ്വേർഡ് ഡയറക്ഷനിൽ ഒരു ബോയന്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ബോയന്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഈ ബോയന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഡിസ്പ്ലേസ് ചെയ്ത ലിക്വിഡിലെ ആ ഡിസ്പ്ലേസ് ചെയ്ത ലിക്വിഡിന്റെ വെയിറ്റിന് ഈക്വൽ ആയിരിക്കും എന്നാണ് ആര് പറഞ്ഞത്? ആർക്കിമിഡീസ് പറഞ്ഞത്. ഓക്കെ മക്കളെ, അപ്പൊ ആർക്കിമിഡീസ് പറഞ്ഞത് എന്താണ്? നമ്മുടെ ഈ ഒരു ലിക്വിഡിനകത്ത് അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡിനകത്ത് ഒരു ബോഡിയെ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ആ ഫ്ലൂയിഡ് ആ ബോഡിയിലേക്ക് അപ്വേർഡ് ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് കൊടുക്കും. ആ അപ്വേർഡ് ഡയറക്ഷനിൽ കൊടുക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ആ ഡിസ്പ്ലേസ് ചെയ്ത ലിക്വിഡിന്റെ വെയിറ്റിന് ഈക്വൽ ആയിരിക്കും. സോ ബോയന്റ് ഫോഴ്സ് ദാറ്റ്സ് ഈക്വൽ നമുക്ക് എന്ത് പറയാം? weight of the liquid displaced നമ്മുടെ by the body അല്ലെ? ഡിസ്പ്ലേസ് ചെയ്ത ലിക്വിഡിന്റെ വെയിറ്റിന് ഈക്വൽ ആയിരിക്കും എന്ന് പറയുന്നത് ബോയന്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇതാണ് ആര് പറഞ്ഞത്? ആർക്കിമിഡീസ് പറഞ്ഞത്. ഇപ്പൊ ഡിസ്പ്ലേസ് ചെയ്ത ലിക്വിഡിന്റെ മാസ് എന്ന് പറയുന്നത് m ആണെന്ന് ഇരിക്കട്ടെ. അങ്ങനെയാണ് അയാളുടെ വെയിറ്റ് എന്തായിരിക്കും? mg. ഡിസ്പ്ലേസ് ചെയ്ത ലിക്വിഡിന്റെ മാസ് എന്താണെന്നിരിക്കട്ടെ? m ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണ് അയാളുടെ വെയിറ്റ് എന്തായിരിക്കും? mg. അപ്പോ ഈ അപ്വേർഡ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും എന്ന്? mg ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ് ആര് പറഞ്ഞത്? ആർക്കിമിഡീസ് പറഞ്ഞത്. സോ ദിസ് ഈസ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. When a body is immersed in a liquid, the liquid or fluid, that fluid exerts a force on the body whose magnitude is equal to the weight of the liquid displaced. This is Archimedes principle. Clear? Doubt ഒന്നുമില്ല. ഓക്കെ മക്കളെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് പ്രൂവ് ചെയ്ത് നോക്കാം. ഈ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ഒന്ന് പ്രൂവ് ചെയ്ത് നോക്കാം. നമുക്ക് അതിന്റെ പ്രൂഫ് ഒന്ന് നോക്കാം. ഓക്കേടാ മക്കളെ, അപ്പൊ നമുക്ക് ആർക്കിമിഡീസ് പ്രിൻസിപ്പിളിന്റെ പ്രൂഫ് ഒന്ന് നോക്കാം. ഓക്കെ മക്കളെ, സോ നമ്മൾ നേരത്തെ ബോയിങ് ഫോഴ്സ് പറയുന്നതിന് വേണ്ടി നമ്മൾ ഒരു ഡയഗ്രാം വരച്ചില്ലേ, ഒരു ഫിഗർ വരച്ചില്ലേ? ആ ഫിഗർ നമുക്കൊന്ന് നോക്കാം. ഓക്കെ മക്കളെ, അത് പറഞ്ഞ കാര്യങ്ങൾ തന്നെ പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. എടാ മക്കളെ, ഞാൻ വീണ്ടും ഒരു പാത്രം എടുക്കുകയാണ്. വലിയ പാത്രമായിപ്പോ അല്ലേ? സോ ഈ പാത്രത്തിനകത്തേക്ക് ഞാൻ ലിക്വിഡ് ഇൻസെർട്ട് ചെയ്യാം. ലിക്വിഡ് ഒഴിക്കുകയാണ്. വെള്ളം ഒഴിച്ചു. ലിക്വിഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് ഓർക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ഞാൻ വെള്ളം ഒഴിക്കുകയാണ്. ഓക്കെ മക്കളെ, സോ ഇതിനകത്തായിട്ട് ഞാൻ എന്ത് പ്ലേസ് ചെയ്യുന്നു? ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ളത്. ഇപ്പൊ ഞാൻ സിലിണ്ടറിക്കൽ ഷേപ്പിൽ എടുക്കുന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലുള്ള ഒബ്ജക്റ്റ് ആയിക്കോട്ടെ, പ്രശ്നമൊന്നുമില്ല. സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തു. ഓക്കെ മക്കളെ, സോ നമ്മൾ പറഞ്ഞ കാര്യം എന്താണ്? ഇവിടെ ഇയാളുടെ മുകളത്തെ ഫേസ് എന്ന് പറയുന്നത് എത്ര ഡിസ്റ്റൻസ് താഴെയായിരുന്നു? നമ്മൾ തുടക്കം പറഞ്ഞ കാര്യങ്ങളാണോ? h1 ഡിസ്റ്റൻസ് താഴെയായിരുന്നു. താഴത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, താഴത്തെ ഫേസ് എന്ന് പറയുന്നത് എത്ര ഡിസ്റ്റൻസ് താഴെയായിരുന്നു? h2 ഡിസ്റ്റൻസ് താഴെയായിരുന്നു. നമ്മുടെ ഈ സിലിണ്ടറിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്, നമ്മുടെ സിലിണ്ടറിന്റെ ഉയരം എന്ന് പറയുന്നത്, ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണെന്നിരിക്കട്ടെ? h ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണ് നമുക്ക് എന്ത് പറയാം മക്കളെ? h2 മൈനസ് h1 ഈസിക്കൽ നമുക്ക് എന്തെന്ന് പറയാം? h എന്ന് പറയാം. h2 മൈനസ് h1 ഈസിക്കൽ ടു h എന്ന് പറയാം. കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ മക്കളെ, നമുക്കറിയാം മുകളിലേക്ക് ഒരു പ്രഷർ ആക്ട് ചെയ്യുന്നുണ്ട് അല്ലേ? സോ മുകളിലേക്ക് ആക്ട് ചെയ്യുന്ന പ്രഷർ നമുക്ക് പറയാം. സോ മുകളിലേക്ക് ഒരു പ്രഷർ ആക്ട് ചെയ്യുന്നുണ്ട്. എന്താണെന്നിരിക്കട്ടെ? ആ പ്രഷർ എന്താണെന്നിരിക്കട്ടെ? P1 ആണെന്നിരിക്കട്ടെ അല്ലെ? P1 ആണെന്നിരിക്കട്ടെ. ആ P1 ന്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാം, h1 ρg അല്ലേ? ആ P1 പ്രഷർ ആണ്. മുകളിലേക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അതെന്താണെന്നിരിക്കട്ടെ? F ആണെന്നിരിക്കട്ടെ. ആ F ന്റെ വാല്യൂ എന്താ മക്കളെ? പ്രഷർ ഇൻറ്റു ഏരിയ അല്ലേ? സോ ദാറ്റ്സ് ഈക്വൽ ടു P1 ഇൻറ്റു A അല്ലേ? സോ ദാറ്റ്സ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? P1 ഇൻറ്റു A ദാറ്റ്സ് ഈക്വൽ ടു h1 ρ ഇൻറ്റു g ഇൻറ്റു A. ക്ലിയർ? അതവിടെ കിടക്കട്ടെ. ഇനി താഴേക്ക് ആക്ട് ചെയ്യുന്ന പ്രഷർ എന്താണെന്നിരിക്കട്ടെ? P2 is equal to h2 ρg. ആ P2 പ്രഷർ ആണ് താഴത്തെ സർഫസിൽ പെർപെൻഡിക്കുലർ ആയിട്ട് മുകളിലേക്ക് എന്ത് ആക്ട് ചെയ്യുന്നുണ്ട്? ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് അല്ലേ? ആ ഫോഴ്സിന്റെ വാല്യൂ എന്താണെന്നിരിക്കട്ടെ? F2. അപ്പൊ F2 ഫോഴ്സ് മുകളിലേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. F2 ഫോഴ്സ് എന്താണെന്നിരിക്കട്ടെ? F2 is equal to P2 into A. ഇത്രയും കാര്യങ്ങളല്ലേ നമ്മൾ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞെന്താ? there is a resultant force in the upward direction അല്ലേ? so resultant force F is equal നമുക്ക് എന്ത് പറയാം മക്കളെ? resultant force F is equal നമുക്ക് എന്ത് പറയാം? resultant force is equal to F2 minus F അല്ലേടാ?
വലിയ ഫോഴ്സ് ചെറിയ ഫോഴ്സ് കുറയ്ക്കുക ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലേ, ഒന്ന് മുകളിലേക്കോ ഒന്ന് താഴേക്കും അല്ലേ. സോ ദാറ്റ്സ് ഈക്വൽ ടു മക്കളെ F2 ന്റെ വാല്യൂ എന്താണ് P2 into A അല്ലേ. F1 ന്റെ വാല്യൂ എന്താ P1 into A അല്ലേ. രണ്ടിനകത്തും A കോമൺ ഇല്ലേ, കോമൺ ആയിട്ട് എടുക്കാമല്ലോ. ദാറ്റ്സ് ഈക്വൽ നമുക്ക് എന്ത് കിട്ടും P2 minus P1 into A ആണ് മക്കളെ. P2 minus P1 എന്ന് പറയുമ്പോൾ എന്താ മക്കളെ നമുക്ക് ഇവിടെ ഒന്ന് ചെയ്തെടുക്കാം. സോ P2 minus P1 is equal to P2 minus P1 is equal നമുക്ക് എന്ത് പറയാം, നമുക്ക് H2 rho g minus H1 rho g എഴുതി കൂടെ. P2 minus P1 is equal to H2 rho g minus H1 rho g എഴുതി കൂടെ അല്ലേ. സോ നമുക്ക് എന്ത് ചെയ്യാം, rho g കോമൺ എടുക്കാം. സോ rho g കോമൺ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും H2 minus H1 എന്ന് കിട്ടും അല്ലേ. സോ rho g കോമൺ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു H2 minus H1 എന്ന് കിട്ടും. നമുക്കറിയാം H2 minus H1 നമുക്ക് H1 എന്താണെന്ന് അറിയാം, H ആണെന്ന് അറിഞ്ഞൂടെ, സിലിണ്ടറിന്റെ ഹൈറ്റ് ആണെന്ന് അറിഞ്ഞൂടെ. സോ H2 minus H1 is equal to H. So that's equal to rho into g into H. അത് ഞാനൊന്ന് പറയാനുള്ള എളുപ്പത്തിന് വേണ്ടി H rho g എന്ന് എഴുതിക്കോട്ടെ, H rho g. അപ്പോൾ P2 minus P1 is equal നമുക്ക് എന്ത് കിട്ടി H rho g എന്ന് കിട്ടി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. സോ P2 minus P1 that's equal to H rho g into A. That's equal to ഞാൻ rho g into ഈ A ഇപ്പുറത്തായിട്ട് H എഴുതുകയാണ്. ഇനി പറ ഇവിടെ ഈ A into H എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ A എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ സിലിണ്ടറിന്റെ ഏരിയ ആയിരുന്നു അല്ലേ, ബേസ് ഏരിയ ആയിരുന്നു. H എന്ന് വെച്ചാൽ ഹൈറ്റ് അല്ലേ. അപ്പൊ സിലിണ്ടറിന്റെ ബേസ് ഏരിയന്റെ ഹൈറ്റ് നമുക്ക് എന്ത് കിട്ടും, സിലിണ്ടറിന്റെ വോളിയം കിട്ടും, D വോളിയം കിട്ടും അല്ലേ. സോ സിലിണ്ടറിന്റെ ബേസ് ഏരിയ into ഹൈറ്റ് സിലിണ്ടറിന്റെ വോളിയം കിട്ടും. That's equal to rho g into V. So F is equal നമുക്ക് എന്ത് കിട്ടിയ മക്കളെ rho V into G. ക്ലിയർ മക്കളെ, ഇത്രയും കാര്യങ്ങൾ പ്രശ്നമൊന്നുമില്ലല്ലോ. നിങ്ങൾ ഈ ഫിഗർ വേഗം ബുക്കിലേക്ക് വരയ്ക്കുക, തന്നുള്ള കാര്യങ്ങളൊക്കെ അടയാളപ്പെടുത്തുക. കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ വായിച്ചു കളയും, അതുകൊണ്ടാണ്. ഓക്കെ മക്കളെ, പോസ് ചെയ്യുക, വരച്ചെടുക്കുക. ഓക്കെ, സോ നമുക്ക് എഴുതിയെടുത്തിട്ടുണ്ടല്ലോ. ഓക്കെ, നമുക്ക് അറിയാവുന്ന കാര്യമായിരുന്നു എന്താണ്, നമ്മുടെ കയ്യിൽ ലിക്വിഡ് ഉണ്ടല്ലേ, ലിക്വിഡ് ഉണ്ട് അല്ലേ. സോ ഈ ലിക്വിഡിനകത്തേക്കാണ് നമ്മൾ എന്ത് ചെയ്തത്, ആ സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ബോഡി എന്ത് ചെയ്തത്, ആ സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ബോഡിയെ നമ്മൾ ലിക്വിഡിനകത്തേക്കാണ് ഇൻസേർട്ട് ചെയ്തത് അല്ലേ. അപ്പൊ എന്താ സംഭവിക്കുക മക്കളെ, ഈ സിലിണ്ടറിന്റെ വോളിയം V ആണെന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ അത്രയും വോളിയം ലിക്വിഡ് എന്ത് ചെയ്യും, മുകളിലേക്ക് ഡിസ്പ്ലേസ് ചെയ്യും അല്ലേ. അപ്പോ ഇവിടെ നമ്മൾ ഈ സിലിണ്ടർ ഇതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ഈ സിലിണ്ടറിന്റെ വോളിയത്തിന് ഇക്വലന്റ് ആയിട്ടുള്ള ലിക്വിഡ് എന്ത് ചെയ്യുന്നുണ്ട്, മുകളിലേക്ക് ഡിസ്പ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഡിസ്പ്ലേസ് ചെയ്ത വോളിയമാണ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഡാഷ് ലൈൻ കൊണ്ട് കാണിച്ചിരിക്കുന്നത് ആണോ മക്കളെ. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ സിലിണ്ടറിന്റെ വോളിയം ഈസ് ഈക്വൽ ടു ഈ സിലിണ്ടർ കാരണം ഡിസ്പ്ലേസ് ചെയ്ത ലിക്വിഡിന്റെ വോളിയം. അപ്പൊ സിലിണ്ടറിന്റെ അതേ വോളിയം തന്നെ ആയിരിക്കും എന്ന് പറയുന്നത് ലിക്വിഡിന്റെ വോളിയം എന്ന് പറയുന്നത്. പ്രശ്നമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ റോ ഇൻറ്റു ജി ഇൻറ്റു വി എന്ന് കിട്ടി ആണോ മക്കളെ. ഇവിടെ വി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിന്റെ വോളിയം ആയിരുന്നു നമ്മൾ എടുത്തത്, സിലിണ്ടറിന്റെ വോളിയം അല്ലേ. സോ സിലിണ്ടറിന്റെ വോളിയം ഈക്വൽ നമുക്ക് എന്ത് പറയാം, വോളിയം ഓഫ് ദി ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ദാറ്റ്സ് ഈക്വൽ ടു റോ ഇൻറ്റു ജി ഇൻറ്റു വിക്ക് പകരം നമുക്ക് എന്ത് പറയാം, V is the volume of the cylinder that's equal to volume of the liquid displaced അല്ലേ. അപ്പൊ നമുക്ക് എന്ത് പറയാൻ, അതുകൊണ്ട് V എന്ന് കൊടുത്തോട്ടെ, വോളിയം ഓഫ് ദി ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ്. പ്രശ്നമുണ്ടോടാ. അങ്ങനെയാണെങ്കിൽ നമുക്ക് റോ ജി ഇൻറ്റു വോളിയം ഓഫ് ദി ലിക്വിഡ്, അങ്ങനെ കിട്ടുക വോളിയം ഓഫ് ദി ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ്. ഇവിടെ ഓർക്കുക V is equal to എന്താണ്, VL ആണ്. രണ്ടുകൂടെ നിങ്ങൾക്ക് ഒന്ന് അറിയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ V കൊടുത്തു, ഇവിടെ VL കൊടുത്തു. രണ്ടും V തന്നെയാണ് പറയുക. ഇത് വോളിയം ഓഫ് ദി ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ്, ഇത് വോളിയം ഓഫ് ദി സിലിണ്ടർ, രണ്ടും ഈക്വൽ ആണ്. സോ V is equal നമുക്ക് എന്ത് പറയാം, PL എന്ന് പറയാം. പ്രശ്നമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ മക്കളെ നമുക്കറിയാം ഡെൻസിറ്റി റോ എന്ന് പറഞ്ഞ എന്താണ്, മാസ് ബൈ വോളിയം അല്ലേ. സോ മാസ് ഈക്വൽ നമുക്ക് എന്തറിയാം, ഡെൻസിറ്റി ഇൻറ്റു വോളിയം അല്ലേ. അപ്പൊ ഇവിടെ ഡെൻസിറ്റി ഉണ്ട്, ഇവിടെ വോളിയം ഉണ്ട്. ഡെൻസിറ്റി ഇൻറ്റു വോളിയം, ഡെൻസിറ്റി ഇൻറ്റു വോളിയം ഓഫ് ദ ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് നമുക്ക് എന്ത് കിട്ടും, വോളിയം ഓഫ് ദി മാസ് ഓഫ് ദി ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് അല്ലേ. ഡെൻസിറ്റി ഇൻറ്റു വോളിയം ഓഫ് ദി ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് ദാറ്റ്സ് ഈക്വൽ നമുക്ക് എന്ത് കിട്ടും, മാസ് ഓഫ് ദി ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ റോ ഇൻറ്റു VL ന് പകരം നമുക്ക് എന്ത് കൊടുക്കാം, മാസ് ഓഫ് ദി ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ്
into g. Here m is the mass of the liquid displaced. അങ്ങനെയാണെങ്കിൽ rho into vl. Rho is the density of the liquid. VL is the volume of the liquid displaced. അങ്ങനെയാണെങ്കിൽ volume into density നമുക്ക് എന്ത് കിട്ടും? മാസ് കിട്ടും. സോ ഈ കേസ് നമുക്ക് എന്ത് കിട്ടും? മാസ് ഓഫ് ദി ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ്. സോ F ഇവിടെ F എന്ന് പറയുന്നതല്ലേ നമ്മുടെ റിസൾട്ടന്റ് ഫോഴ്സ്. അപ്വേർഡ് F1 ഫോഴ്സ് ഇങ്ങോട്ട്, F2 ഫോഴ്സ് മുകളിലേക്ക്. സോ റിസൾട്ടന്റ് ഓഫ് F is in the upward direction. That F is equal നമുക്ക് എന്ത് കിട്ടി? നിങ്ങളെ mg എന്ന് കിട്ടി. അതല്ലേ ആർക്കിമിഡീസ് പറഞ്ഞ കാര്യം. F is equal to mg. എന്താണ്? അപ്വേർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ F1 ഇങ്ങോട്ടുണ്ട്, F2 ഇങ്ങോട്ടുണ്ട്. അത് ക്യാൻസൽ ആയിട്ടുള്ള F മാത്രമാണ് ഞാൻ ഇപ്പോൾ വരച്ച് കാണിച്ചിരിക്കുന്നത്. നമ്മൾ ആദ്യമേ F1 F2 ഒക്കെ വരച്ച് കാണിച്ചിരുന്നു. അപ്പോ F is നമുക്ക് എന്ത് കിട്ടിയ മക്കളെ? mg എന്ന് കിട്ടി. സോ അപ്വേർഡ് ഫോഴ്സ് is equal to the weight of the liquid displaced. മനസ്സിലായോ? സോ ദിസ് ഈസ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ബോയന്റ് ഫോഴ്സ് എന്താണെന്നുള്ളത് അറിയാം, ബോയൻസി എന്താണെന്നുള്ളത് അറിയാം, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ അറിയാം, അതിന്റെ പ്രൂഫും അറിയാം. ഡൗട്ട് ഒന്നുമില്ല. ഓക്കെ മക്കളെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ ലിക്വിഡിലേക്ക് ഒരു ബോഡി ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു അപ്വേർഡ് ഫോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? അങ്ങനെയാണ് നിങ്ങളുടെ ലോജിക്ക് വെച്ച് നിങ്ങളൊന്ന് പറഞ്ഞേ, ഈ അപ്വേർഡ് ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ലിക്വിഡിന്റെ വെയിറ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ എന്താ സംഭവിക്കുക? അതായത് ആ ബോഡിയിലേക്ക് ആക്ട് ചെയ്യുന്ന, മുകളിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ ആ ഒബ്ജക്റ്റിന്റെ, ആ ഒരു ബോഡിയുടെ വെയിറ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ എന്താ സംഭവിക്കുക? ഫോർ എക്സാമ്പിൾ ഇപ്പോ ഇത് വായിക്കാനടാ. അപ്പൊ ആർക്കിമിഡീസ് പ്രിൻസിപ്പിളും അതിന്റെ പ്രൂഫും അവിടെ കഴിഞ്ഞു. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു 1-2 കൺസെപ്റ്റുകൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പോർഷൻ അവിടെ കഴിയും. ഓക്കേടാ. സോ നമുക്ക് നോക്കാം, അടുത്ത കൺസെപ്റ്റ് നോക്കാം. ഒരു പാത്രം എടുത്തു, ലിക്വിഡ് എടുത്തു. ഓക്കെ മക്കളെ, സോ ഇതിനകത്തേക്ക് ഞാൻ ഒരു ബോഡി പ്ലേസ് ചെയ്യണം. m മാസുള്ള ഒരു ബോഡി പ്ലേസ് ചെയ്യണം. m മാസുള്ള ഒരു ബോഡിയുടെ വെയിറ്റ് എങ്ങോട്ടായിരിക്കും മക്കളെ ആക്ട് ചെയ്യുക? mg വെയിറ്റ് ഇങ്ങോട്ട് ആക്ട് ചെയ്യും അല്ലേ? ഇങ്ങോട്ടേക്ക് ഞാൻ ഇങ്ങനെ കൈ വെച്ചിരിക്കുകയാണ്, ഒരു ബോഡി ഇങ്ങനെ പ്ലേസ് ചെയ്തു, ഞാൻ കൈ റിലീസ് ചെയ്യാണ്. അപ്പൊ എന്താ സംഭവിക്കുക? mg വെയിറ്റ് താഴേക്ക് ആക്ട് ചെയ്യും. അപ്പൊ ഈ ലിക്വിഡ് എന്തായിരിക്കും ചെയ്യുക? മുകളിലേക്ക് എന്ത് കൊടുക്കൂടാ? ഈ ബോഡിയുടെ മുകളിലേക്ക് എന്ത് കൊടുക്കും? ഒരു അപ്വേർഡ് ഫോഴ്സ് കൊടുക്കും, ബോയന്റ് ഫോഴ്സ് കൊടുക്കും അല്ലേ? അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, മുകളിലേക്കുള്ള ബോയന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ വെയിറ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മുടെ ബോഡി താഴേക്ക് വരുമോ? ഇല്ല. നമ്മുടെ ബോഡി എന്ത് തന്നെ ചെയ്യും? വെള്ളത്തിൽ പൊങ്ങി തന്നെ കിടക്കും. പറഞ്ഞ മനസ്സിലായോ മക്കളെ? അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, ഇവിടെ നമ്മുടെ ലിക്വിഡിനകത്തേക്ക് ഒരു ബോഡി ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ബോയന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തിനേക്കാൾ കൂടുതലാണ് എങ്കിൽ, അപ്വേർഡ് ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ വെയിറ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ എന്താ മക്കളെ സംഭവിക്കുക? The body will float അല്ലേ? സോ ആ ഒരു ലോയ്ക്ക് നമ്മൾ പറഞ്ഞ പേരാണ് ലോ ഓഫ് ഫ്ലോട്ടേഷൻ. എന്താ മക്കളെ? ലോ ഓഫ് ഫ്ലോട്ടേഷൻ. ലോ ഓഫ് ഫ്ലോട്ടേഷൻ. ഓക്കെ മക്കളെ, when the upward force or upward force എന്ന് വെച്ചാൽ എന്തിനേക്കാളാണ്? The weight of the liquid displaced അല്ലേ? When the upward force or weight of the liquid displaced is equal to or greater than the weight of the body, then നമുക്ക് എന്ത് പറയാം? The body will float. നമ്മൾ പറയുന്ന കണ്ടീഷൻ ആണ്. നമ്മളൊരു ബോഡിയെ ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ, ഇപ്പൊ എന്റെ കയ്യിൽ ഇപ്പോ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, ഇതിപ്പോ നമ്മളുടെ ഇതൊരു പുസ്തകമാണ്, ഇത് എന്റെ കയ്യിലിരിക്കുകയാണ്. ഈ ബോഡിയെ എനിക്ക് മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ മിനിമം ഞാൻ എത്ര ഫോഴ്സ് കൊടുക്കണം? ഈ ബോഡിക്ക് വെയിറ്റിന് ഇക്വലന്റ് ആയിട്ടുള്ള ഫോഴ്സ് കൊടുക്കണം. മിനിമം ഈ ബോഡിയെ മുകളിലേക്ക് ഉയർത്തണമെങ്കിൽ ഇയാളുടെ വെയിറ്റിന് ഇക്വലന്റ് ആയിട്ടുള്ള ഫോഴ്സ് ഞാൻ മുകളിലേക്ക് കൊടുക്കണം. ആണോ മക്കളെ? അങ്ങനെയാണെങ്കിൽ ലോ ഓഫ് ഫ്ലോട്ടേഷൻ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മളുടെ ബോഡി എന്ന് പറയുന്നത് ലിക്വിഡിന്റെ മുകളിൽ പൊങ്ങിക്കിടക്കും. എപ്പോൾ? ഒന്നുകിൽ നമ്മളുടെ ബോഡിയുടെ വെയിറ്റിന് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു അപ്വേർഡ് ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ, വെയിറ്റ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആകുമ്പോൾ? അപ്വേർഡ് ഫോഴ്സ്, ബോയന്റ് ഫോഴ്സിന് ഈക്വൽ ആകുമ്പോൾ. അതല്ലെങ്കിൽ എന്ത് പറയാം? അപ്വേർഡ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തിനേക്കാൾ വലുതാകുമ്പോൾ? വെയിറ്റിനേക്കാൾ വലുതാകുമ്പോൾ. പറഞ്ഞ മനസ്സിലായോ? മിനിമം നമ്മളുടെ വെയിറ്റിന് ഇക്വലന്റ് ആയിട്ടുള്ള അപ്വേർഡ് ഫോഴ്സ് മുകളിലേക്ക് ആക്ട് ചെയ്യുന്നു. അതല്ല എങ്കിൽ എന്ത് പറയുന്നു? അപ്വേർഡ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താവുന്നു? which is greater than the weight of the object. ഈ രണ്ട് കണ്ടീഷനിലും എന്താ സംഭവിക്കുക? നമ്മളുടെ ബോഡി എന്ത് ചെയ്യും? നമ്മളുടെ ലിക്വിഡിന്റെ മുകളിൽ എന്ത് ചെയ്യും? ഫ്ലോട്ട് ചെയ്ത് കിടക്കും. ഈ ഒരു ലോയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ലോ ഓഫ് ഫ്ലോട്ടേഷൻ. നമ്മുടെ വെയിറ്റിനേക്കാൾ കൂടുതൽ അപ്വേർഡ് ഫോഴ്സ് ആക്ട് ചെയ്താൽ, അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു അപ്വേർഡ് ഫോഴ്സ് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? The body will float. This is what we call law of flotation. Clear ആണോ മക്കളെ? If എന്താണ് W is equal to U, നമ്മുടെ ബോഡിയുടെ വെയിറ്റിന് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു അപ്വേർഡ് ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം, നമ്മളുടെ ബോഡി പൊങ്ങിക്കിടക്കും. പക്ഷെ ആ നമ്മളുടെ ബോഡി മുഴുവനായിട്ട് വെള്ളത്തിന് സർഫസിന് താഴെയായിട്ടായിരിക്കും. മനസ്സിലായോ? നമ്മുടെ ബോഡി പൊങ്ങിയാണ് കിടക്കുന്നത്,
പക്ഷെ ആ പൊങ്ങിക്കിടക്കുന്ന ബോഡി മുഴുവൻ എങ്ങനെയാണ് നമ്മുടെ വെള്ളത്തിന്റെ സർഫസിന് താഴെയായിട്ടായിരിക്കും. ഓക്കെ മക്കളെ, ഈ ഒരു കണ്ടീഷൻ നമ്മൾ ഒരു പേര് പറയും ഫുള്ളി ഇമേഴ്സ്ഡ് എന്ന് പറയും. ബോഡി മൊത്തത്തിൽ വെള്ളത്തിന് താഴെയാണ്, വെള്ളത്തിന്റെ സർഫസിന് താഴെയാണ്, എങ്കിൽ പൊങ്ങിക്കിടക്കുകയാണ്. സോ ഈ ഒരു കണ്ടീഷൻ നമ്മൾ ഒരു പേര് പറയും, എന്താണ്? ഫുള്ളി ഇമേഴ്സ്ഡ് എന്ന് പറയും. ഓക്കെ മക്കളെ, ഇനി നമ്മൾ പറയാണ് ഇഫ് അപ്വേർഡ് ഫോഴ്സ് ഈസ് ഗ്രേറ്റർ ദാൻ W, അവിടെ നമ്മുടെ ബോഡി പൊങ്ങിക്കിടക്കും, പക്ഷെ മൊത്തത്തിൽ ഇങ്ങനെ താഴ്ന്നു കിടക്കൂല. നമ്മുടെ ബോഡി മൊത്തത്തിൽ വെള്ളത്തിന് താഴെയാവില്ല, വെള്ളത്തിന്റെ ലെവലിന് താഴെയാവില്ല. അവിടെ എന്താ സംഭവിക്കുന്നത് അറിയോ? ബോഡിയുടെ കുറച്ച് ഭാഗം വെള്ളത്തിന് അകത്തായിരിക്കും, ബാക്കി ഭാഗം എവിടെയായിരിക്കും? വെള്ളത്തിന് പുറത്തായിരിക്കും. ആ ഒരു കണ്ടീഷൻ നമ്മൾ ഒരു പേര് പറയും പാർഷ്യലി സബ്മർജ്ഡ് എന്ന് പറയും. എന്താ മക്കളെ പറയാ? പാർഷ്യലി സബ്മർജ്ഡ്. അപ്പോ when the weight of the body is equal to നമുക്ക് എന്ത് പറയാം? upward direction force, upthrust അല്ലെങ്കിൽ buoyant force. നമുക്ക് എന്ത് പറയാം? the body is fully immersed. നമ്മുടെ ബോഡിയുടെ ഫുൾ ബോഡിയും വെള്ളത്തിന്റെ ലെവലിന് താഴെയായിരിക്കും, പക്ഷെ ബോഡി പൊങ്ങി കിടക്കുകയാണ് അല്ലെ, നമുക്ക് കാണാൻ പറ്റൂല, ആ സർഫസിൽ ഇങ്ങനെ കിടക്കും അല്ലെ. ഇനി if the upward force is greater than W ആണെങ്കിൽ എന്താ നമുക്ക് സംഭവിക്കുക? നമ്മുടെ ബോഡി എന്തായിരിക്കും? പാർഷ്യലി സബ്മർജ്ഡ് ആയിരിക്കും. അതിന്റെ കുറച്ച് ഭാഗം എവിടെയായിരിക്കും? വെള്ളത്തിന് താഴെയായിരിക്കും. ക്ലിയർ ആണല്ലോ മക്കളെ? ഇനി നമ്മൾ പറയാണ് ഇഫ് ദ വെയിറ്റ് ഓഫ് ദ ബോഡി ഈസ് ഗ്രേറ്റർ ദാൻ എന്താണ്? അപ്ത്രസ്റ്റ് ഓർ ബോയന്റ് ഫോഴ്സ്. നമുക്ക് എന്ത് പറയാം? അപ്ത്രസ്റ്റ് മുകളിലേക്ക് ആക്ട് ചെയ്യുന്നു, ബോയന്റ് ഫോഴ്സ് വെയിറ്റ് താഴേക്ക് ആക്ട് ചെയ്യുന്നു. വെയിറ്റ് കൂടുതലാണ്, എന്താ നമുക്ക് സംഭവിക്കുക? നമ്മൾ ഒരു ബോഡിയെ ഇവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ വെയിറ്റിലെ താഴേക്ക് കൂടുതൽ ആക്ട് ചെയ്യുന്ന നമ്മുടെ ബോഡി എന്തായാലും ചെയ്യും? താഴേക്ക് താഴ്ന്നു പോകും, സിങ്ക് ചെയ്യും. പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ ഒരു ബോഡി താഴേക്ക് മുങ്ങിപ്പോകാനുള്ള കണ്ടീഷൻ ആണ് എന്താണ്? ഇഫ് ദ വെയിറ്റ് ഓഫ് ദ ബോഡി ഈസ് ഗ്രേറ്റർ ദാൻ upthrust or buoyant force, then the body will sink. If the weight of the body equal to upthrust or greater than upthrust, or the upthrust is greater than the weight of the body, നമുക്ക് എന്ത് പറയാം? The body will float. That is law of flotation. ഓക്കെ മക്കളെ, പ്രശ്നമൊന്നുമില്ലല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ മക്കളെ നമുക്ക് ഒരു ഇക്വേഷൻ കൂടെ പരിചയപ്പെടുത്തിയിട്ട് ഈ ഭാഗം കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ മക്കളെ, ഇപ്പൊ ഞാൻ പറയാണ്, നമ്മൾ ഈ ഒരു കേസ് പറയാണ് U is greater than W. ആ കേസിൽ നമ്മൾ പറയാം നമ്മുടെ ബോഡിയുടെ ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് V ആണെന്നിരിക്കട്ടെ. നമ്മുടെ ബോഡിയുടെ ടോട്ടൽ വോളിയം എന്താണ്? V ആണ്. ഓക്കെ മക്കളെ, വെള്ളത്തിന് താഴെയുള്ള വോളിയം എന്ന് പറയുന്നത് വെള്ളത്തിന് താഴെയുള്ള ഭാഗം, ഈ ഷെയ്ഡഡ് റീജിയന്റെ വോളിയം എന്ന് പറയുന്നത് V' ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാണ് നമ്മളുടെ ബോഡിയുടെ ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണെന്നിരിക്കട്ടെ? സിഗ്മയാണെന്നിരിക്കട്ടെ. നമ്മുടെ വെള്ളം അല്ലെങ്കിൽ ലിക്വിഡ് ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണെന്നിരിക്കട്ടെ? റോ ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ വിയും V', സിഗ്മയും റോയും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. ഓക്കെ, ആ റിലേഷൻ ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. സോ V' ഡിവൈഡഡ് ബൈ V, വോളിയം ഓഫ് ദി സബ്മർജ്ഡ് പാർട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദ ബോഡി, ദാറ്റ്സ് ഈക്വൽ ടു സിഗ്മ ഡിവൈഡഡ് ബൈ റോ, ഡെൻസിറ്റി ഓഫ് ദ ബോഡി ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് ദി ലിക്വിഡ്. ഓക്കെ മക്കളെ, സോ ഈ ഒരു റിലേഷൻ കൂടി അറിഞ്ഞിരിക്കുക. ഇഫ് അപ്വേർഡ് ഫോഴ്സ് ഈസ് ഗ്രേറ്റർ ദാൻ W, എന്താ സംഭവിക്കുക? നമ്മുടെ ബോഡി മൊത്തത്തിൽ മുങ്ങൂല, പാർഷ്യലി സബ്മർജ്ഡ് ആയിരിക്കും. ആ പാർഷ്യലി സബ്മർജ്ഡ് വോളിയം V' ആണെന്നിരിക്കട്ടെ, ടോട്ടൽ വോളിയം V ആണെന്നിരിക്കട്ടെ, നമ്മളുടെ ബോഡിയുടെ ഡെൻസിറ്റി സിഗ്മ ആണെന്നിരിക്കട്ടെ, നമ്മളുടെ ബോഡിയുടെ ലിക്വിഡ് ഡെൻസിറ്റി റോ ആണെന്നിരിക്കട്ടെ. അങ്ങനെ നമുക്ക് എന്ത് പറയാം? V' ബൈ V ഈക്വൽ നമുക്ക് എന്ത് പറയാം? സിഗ്മ ഡിവൈഡ് ബൈ റോ എന്ന് പറയാം. V' is the volume of the submerged part, V is the total volume, that's equal to density of the body divided by density of liquid. Okay മക്കളെ, ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് സാധാരണയായിട്ട് എൻട്രൻസ് എക്സാമിനൊക്കെ സാധാരണയായിട്ട് 1-2 പ്രോബ്ലങ്ങൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് വരുന്നതാണ്. ഓക്കെ മക്കളെ, എക്സാമിന് അധികം ചോദിച്ചു കണ്ടിട്ടില്ല, പക്ഷേ എൻട്രൻസ് പോലത്തെയുള്ള എക്സാമുകൾക്ക് സാധാരണ ചോദിക്കുന്ന ഒരു ഇക്വേഷൻ ആണ് V' ബൈ V is equal to എന്താണ്? സിഗ്മ ഡിവൈഡ് ബൈ റോ. ഈ ഇക്വേഷൻ ഉപയോഗിച്ചുള്ള പ്രോബ്ലംസ് സാധാരണ ചോദിച്ചു കാണാറുണ്ട് എൻട്രൻസ് എക്സാമുകൾക്ക്. ഓക്കെ മക്കളെ, സോ ഈ ഇക്വേഷൻ കൂടി നിങ്ങൾ ഒന്ന് പരിചയപ്പെടുക. V' ഡിവൈഡ് ബൈ V is equal to സിഗ്മ മൈനസ് റോ. ഓക്കെ മക്കളെ, സോ ഇത്രയും കാര്യങ്ങൾ പ്രശ്നമൊന്നുമില്ലല്ലോ. ലോ ഓഫ് ഫ്ലോട്ടേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടല്ലോ? ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ മക്കളെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ മക്കളെ, സോ നിങ്ങൾക്ക് ഇപ്പോൾ ബോയന്റ് ഫോഴ്സ് എന്താണെന്നുള്ളത് അറിയാം അല്ലെ, ബോയൻസി എന്താണെന്നുള്ളത് അറിയാം, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളത് അറിയാം, അതിന്റെ പ്രൂഫ് അറിയാം അല്ലെ, ലോ ഓഫ് ഫ്ലോട്ടേഷൻ എന്താണെന്നുള്ളത് അറിയാം. ഇപ്പൊ ഈ ഇക്വേഷൻ അറിയാം, V' ഡിവൈഡ് ബൈ V is equal to സിഗ്മ ബൈ റോ. ഓക്കെ മക്കളെ, സോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് കൺക്ലൂഡ് ചെയ്യുകയാണ്. ഇന്ന് പഠിപ്പിച്ച ഈ കാര്യങ്ങൾ ഇന്ന് തന്നെ നിങ്ങൾ പഠിക്കുക. ബാക്കി വീഡിയോ പതിയെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ട് പഠിച്ചു പോവുക.